ഹായ്, ദിസ് ഈസ് ഉണ്ണി കെ വി ഫ്രം ഉണ്ണിമാഷ് ക്രിയേഷൻ ചാനൽ. കഴിഞ്ഞ 2 ഷോർട്സിലൂടെ നമ്മൾ സെൻറ്റൻസിൻ്റെ ഒരു ക്ലാസ്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സെൻറ്റൻസ് എന്തെന്ന് പറഞ്ഞു, സെൻറ്റൻസിൻ്റെ വിഭജനങ്ങൾ, സെൻറ്റൻസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 4 എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ നമ്മൾ ഡിക്ലറേറ്റീവ് അസർട്ടീവ് സെൻറ്റൻസ് എന്തെന്ന് പറഞ്ഞു. ഇനി രണ്ടാമതായിട്ട് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഓക്കെ, ഇൻറ്ററോഗേഷൻ മീൻസ് ക്വസ്റ്റ്യൻ. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ആസ്ക് എ ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം ചോദിക്കുന്നു. ഈ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് എൻഡ്സ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ക്വസ്റ്റ്യൻ വേർഡ് ആൻഡ് ആൻ ഓക്സിലറി. ഒന്നില്ലെങ്കിൽ ഒരു സഹായക്രിയ, ഓക്സിലറി എന്ന് പറഞ്ഞാൽ സഹായക്രിയ, ഒന്നില്ലെങ്കിൽ ഒരു സഹായക്രിയ വെച്ച് ആരംഭിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ 10-12 ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ചിട്ട് ആരംഭിക്കുന്നതായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആൻഡ് ഇറ്റ് എൻഡ്സ്, അത് അവസാനിക്കുന്നതോ വിത്ത് എ question mark. Okay, that is the speciality of interrogative sentence. We can find out which is the interrogative sentence. നമ്മൾ എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ, നമ്മൾ തീരുമാനിച്ചോ, അത് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഓക്കെ, എല്ലായ്പ്പോഴും ക്വസ്റ്റ്യൻ മാർക്ക് എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ അതിൽ തുടക്കം എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഒന്നിനെ ഓക്സിലറി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ വേർഡ്സ് വിച്ച്, വാട്ട്, വേർ, വെൻ, ഹൗ, ഹൗ മെനി, പിന്നെ വൈ, ഹൗ മച്ച്, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻ വേർഡ്സുകൾ ഒരു 10-12 വരുന്നുണ്ട്. ഞാനിതിൽ എഴുതി കാണിക്കാം. ആ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് വേണമെങ്കിൽ വാട്ട് ആർ യു ഡൂയിങ്, വേർ ഈസ് യുവർ ഹോം, വെൻ യു ആർ കമ്മിങ് ബാക്ക്, ആൻഡ് ഹു ഈസ് യുവർ ഫാദർ, വാട്ട് ഈസ് യുവർ ഫാദർ. എന്താണ് ഈ വാട്ട് ഈസ് യുവർ ഫാദർ എന്ന് പറയുന്നതും ഹു ഈസ് യുവർ ഫാദർ എന്ന് പറയുന്നതും? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ്? ഹു ഈസ് യുവർ ഫാദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വാട്ട് ഈസ് ദ നെയിം ഓഫ് യുവർ ഫാദർ. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് യുവർ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് എ ജോബ് ഓഫ് യുവർ ഫാദർ. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ചിട്ട് ഹൗ മെനി ചിൽഡ്രൻസ് ഡു യു ഹാവ്, എണ്ണാനായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അത് ഹൗ മെനി എന്ന് പറയണം. അളവ് ബന്ധപ്പെട്ട് ലിറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, പാലാണ് അങ്ങനെ, അല്ലെങ്കിൽ കെറോസിൻ മണ്ണെണ്ണ എന്താ പറയുക മേടിക്കുന്നതൊക്കെ, അത്തരത്തിൽ പറയുമ്പോൾ അതൊരു അളവാണ്. അളവിനെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ ഹൗ മച്ച് പറയണം. ഓക്കെ, ആ സമയത്ത് നിൻ്റെ കയ്യിൽ എത്ര പേനയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൗ മെനി വെച്ച് പറയും, കാരണം എണ്ണാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ചില ക്വസ്റ്റ്യൻ വേർഡ്സുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഓക്സിലറി വെച്ചിട്ട് ആരംഭിക്കുന്നത്, ഓക്സിലറി വെച്ചിട്ട് ഓക്സിലറി ഏതൊക്കെയാണ്? ഈസ്, ആറ്, ആമ്, പിന്നെ അതിൻ്റെ പാസ്റ്റ് ടെൻസ് വാസ്, വേറ്, പിന്നെ ഹാസ്, ഹാവ്, അത് പ്രസൻറ്റ് ടെൻസ് ആണ്. ഇനി അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഹാഡ്, സിംഗിൾ പാസ്റ്റ് ടെൻസ് ഉള്ളൂ, ഹാഡ്. ഓക്കെ, പിന്നെ വില്ല്, ഷാല്, അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് വുഡ്, ഷുഡ്, പിന്നെ ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഡയർ, യൂസ്ഡ് ടു, നീഡ്, ഇതൊക്കെ ഈ പറഞ്ഞ ഒരു ഓക്സിലറീസ് ആയിട്ട് വരും. അപ്പോൾ ഈ ഓക്സിലറി വെച്ചിട്ട് ചോദ്യങ്ങൾ ആരംഭിക്കുന്നുണ്ടായും. മേ ഐ കം ഇൻ സർ എന്നൊക്കെ നമ്മൾ ഓഫീസിൽ ചോദിക്കാറില്ലേ, ക്യാൻ ഐ കം ഇൻസൈഡ്, ക്യാൻ ഐ ടോക്ക് ടു യു, അങ്ങനെയൊക്കെ പറയുന്നത് ഇത് ഓക്സിലറി വെച്ചിട്ട് ആരംഭിക്കുന്ന ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ ദീസ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആർ കാൾഡ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഓക്കെ, ഇനി നമുക്ക് ഫുള്ളായിട്ടൊരു വീഡിയോ ഉണ്ടാവും, അതിൽ നമുക്ക് ഗ്രാമർ, സെൻറ്റൻസ് ഫുള്ളായിട്ട് എടുക്കുക. അതൊരു 10-15 മിനിറ്റിൻ്റെ ലെങ്ത് ഉണ്ടാവും. അപ്പോൾ അത് ഈ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന എൻ്റെ നമ്പറിൽ. ഓക്കെ, അപ്പോൾ ബൈ.